അങ്ങനെ ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ആവശ്യമില്ല. കാരണം ഇവിടെ ഇരിക്കുന്നവർ ഏറിയും കുറഞ്ഞും ഭരണഘടനയെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്, നിരക്ഷരരൊന്നുമല്ല എന്ന ബോധ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ നമ്മുടെ ഈ മനസ്സിലാക്കൽ എത്രമേൽ സമഗ്രമാണ് എന്നതാണ് നിങ്ങളുമായി ഞാൻ സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഒരു ദളിത് പെർസ്പെക്റ്റീവ് എന്നാണ് അതിന് ഇട്ടിരിക്കുന്നൊരു പേര്. ദളിത് പെർസ്പെക്റ്റീവിനെ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന ഒരു കാര്യം അതിനകത്ത് അടങ്ങിയിട്ടുള്ളൂ. ദളിതരുടെ ഒരു പറച്ചിലാണോ, ദളിതരുടെ ഒരു നോട്ടമാണോ? എന്തായാലും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ദളിത് നോട്ടത്തിൽ നിന്നല്ല, ദളിത് വിജ്ഞാനം വികസിപ്പിച്ചെടുത്ത വിശകലന സമ്പ്രദായങ്ങളെ പിൻപറ്റി ഇന്ത്യൻ ഭരണഘടനയെ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം ബദ്ധമായിട്ടുള്ള നമ്മുടെ സമൂഹവും ഇന്ത്യൻ ഭരണഘടനയും എന്നുള്ളൊരു വിഷയം തിരഞ്ഞെടുത്തത്. വലിയ വിശദീകരണങ്ങൾക്ക് പോകുന്നില്ല. ലോകത്തിലെ മുഴുവൻ സമൂഹങ്ങൾക്കകത്തും അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറച്ച ബോധ്യമുണ്ട്. ഇന്ത്യയിലും അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ അസമത്വങ്ങൾ മറ്റുള്ളവയിൽ നിന്ന് ഭിന്നമായിരിക്കാൻ കാരണം ആ അസമത്വം ശ്രേണീകൃതമായി, ഗ്രേഡഡായി ഉറപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഒരു പ്രത്യേകതയാണ്. ആ ഗ്രേഡിനെ വ്യക്തികൾക്ക് ഭേദിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരെ ആര് തന്നെയായാലും അവരുടെ ഗ്രേഡ് അത് തന്നെയായി തുടരും മരിക്കുന്നത് വരെ. ജനിക്കുമ്പോഴാണ് ആ ഗ്രേഡ് കിട്ടുന്നത്, മരിക്കുന്നത് വരെ ആ ഗ്രേഡ് നിലനിൽക്കും. ഇത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ മൗലികമായൊരു അംബേദ്കർ ഉപയോഗിക്കുന്ന ഒരു മെറ്റഫർ, വാതിലുകളും ജനലുകളും ഇല്ലാത്ത കെട്ടിടത്തോടാണ് ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം ഉപമിക്കുന്നു. ഒരു ഹൈറാർക്കിയുള്ള പല നിലകളിലുള്ള കെട്ടിടം, പുറത്തേക്ക് കിടക്കാൻ, മറ്റൊരു നിലയിലേക്ക് പോകാൻ വാതിലില്ലാത്ത ഒരു കെട്ടിടം. അപ്പോൾ നമ്മൾ എത്ര വ്യക്തി എന്നുള്ള നമ്മൾ എത്രമേൽ പ്രഗത്ഭനാണെങ്കിലും എത്രമേൽ പ്രഗത്ഭയാണെങ്കിലും നമുക്ക് ഗ്രേഡിന് മുറിക്കാൻ പറ്റില്ല വ്യക്തിപരമായി. അത് ഇന്ത്യൻ സമൂഹത്തിൽ ഒരു മൗലിക പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇത് ഏതെങ്കിലും വിഭാഗത്തിൻ്റെ പ്രശ്നമല്ല, മുഴുവൻ മനുഷ്യൻ്റെയും പ്രശ്നമാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യൻ്റെയും പ്രശ്നമാണ്. അതിന് രണ്ട് ഡയറക്ഷനുണ്ട്. മുകളിലേക്ക് പോകാൻ പറ്റില്ല, താഴത്തേക്ക് വരാൻ പറ്റില്ല. ഒരാൾ താഴത്തേക്ക് വരാമെന്ന് വിചാരിച്ചാലും താഴത്തേക്ക് വരാൻ പറ്റില്ല. വൈലോപ്പള്ളി അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ പറയുന്നൊരു കാര്യം, അദ്ദേഹം കോളേജിൽ പോയിട്ട് വരുമ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കരുതെന്ന് വീട്ടിൽ നിന്ന് കർശന നിർദ്ദേശം. വൈലോപ്പള്ളിയുടെ പേരിലുള്ള ആളാണ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അമ്മാവൻ്റെ നിർബന്ധമാണ്. അമ്മാവനാണല്ലോ, നമ്മൾ ഈ അമ്പിളി അമ്മാവൻ എന്നാണ്, അമ്പിളിച്ചേട്ടൻ എന്നല്ല പറയാ. ഈ അമ്മാവൻ എന്നുള്ളത് നമുക്ക് വെറുതെ ഒരു പേരല്ല കേട്ടോ, അത് വലിയൊരു മെറ്റഫറാണ്, മലയാളിയെ ബാധിച്ചിരിക്കുന്ന വലിയൊരു മെറ്റഫറ. അതുകൊണ്ട് അമ്മായി നമ്മൾ വിളിക്കാറില്ല, അമ്പിളി അച്ഛൻ എന്ന് വിളിക്കാറില്ല, അമ്പിളി അമ്മാവനാണ് നമ്മളെ ഒരാൾ. മലയാളി സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രമാണ് അമ്മാവൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അമ്മാവൻ വൈലോപ്പള്ളിയോട് പറയുന്നത്, നീ പുറത്ത് പോയി ഭക്ഷണം കഴിക്കരുത് കേട്ടോ, കൈത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വിശന്ന് മരിച്ചാലും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളി വിശന്ന് വരുമ്പോൾ പുള്ളി നടന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അത് ഈ ഈഴവയ്ക്കാൻ വേണ്ടി, തൃശ്ശൂരിലുള്ള ഈഴവയ്ക്കാൻ വേണ്ടി അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അവർ ഹോട്ടലിൽ കയറുന്നു, ചോറുണ്ണുന്നു, പലഹാരങ്ങൾ കഴിക്കുന്നു, ചായ, ഇതെല്ലാം കണ്ടിട്ടാണ് ഈ വൈലോപ്പള്ളി എന്ന പയ്യൻ നടന്നു പോകുന്നത്. അപ്പോൾ ആ പയ്യൻ എന്നാലും മനസ്സിൽ വിചാരിച്ചൊരു കാര്യമുണ്ട്, ദൈവം എനിക്കൊരു ചോവനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ചോവനാകാൻ പറ്റില്ല. ഇതാ ഞാനീ പറയുന്നൊരു കാര്യം. താഴത്തേക്ക് പോകാൻ പറ്റില്ല, മുകളിലേക്ക് പോകാൻ പറ്റില്ല. അത്രമേൽ ക്ലോസ്ഡ് ആണ് നമ്മുടെ സൊസൈറ്റി.
രണ്ട്, ഇത്രയും ക്ലോസ്ഡാണ്, പ്രശ്നങ്ങളുണ്ട്, മനുഷ്യനെ തുല്യരായി കാണുന്നില്ല. ഇതെല്ലാം ആയിരിക്കെ ഇതിനെയെല്ലാം ന്യായീകരിക്കുന്ന, ഈ അസമത്വത്തെ ന്യായീകരിക്കുന്ന വലിയൊരു വ്യവഹാരമണ്ഡലം അമ്മൂമ്മ കഥകൾ മുതൽ അദ്വൈതം വരെയായിട്ട് ഇന്ത്യക്കകത്ത് വളരെ പ്രബലമാണ്. അമ്മൂമ്മ കഥകൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വെറും കഥകളല്ല, അത് ഗുണപാഠങ്ങളാണ്. അദ്വൈതം ഒരു മെറ്റാഫിസിക്കൽ തിയറി ആയിട്ടല്ല നമ്മൾ കാണുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അദ്വൈതം. അപ്പോൾ ഈ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി ദൈവദത്തമാണെന്ന് വിചാരിക്കുക, അത് മനുഷ്യൻ്റെ നന്മയ്ക്കാണെന്ന് മഹാന്മാർ പറയുന്ന ആരാന്നുള്ളത് പ്രധാനമാണ്. ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനത്ര വിലയുള്ളൂ. പക്ഷേ മഹാത്മാഗാന്ധി പറയുന്നതിന് വേറൊരു വില. മഹാത്മാഗാന്ധി പറഞ്ഞ ലോകം മുഴുവനും ചാതുർവർണ്ണ്യത്താൽ പുനഃസംഘടിപ്പിക്കപ്പെടണമെന്ന് പറഞ്ഞ ആളാണ് മഹാത്മാഗാന്ധി. കാരണം അത്രമേൽ നന്മ നിറഞ്ഞ കാര്യമാണെന്നാണ്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന വർണ്ണ വിഭജനം അത്രമേൽ സുന്ദരവും അത്രമേൽ ഫലപ്രദവും ഗുണപ്രദവുമായിട്ട് ലോകം മുഴുവൻ ഇതിനെ അനുകരിക്കണം എന്ന് പറഞ്ഞ ആളാണ് മഹാത്മാഗാന്ധി. അപ്പോൾ ഞാൻ ഗാന്ധിയെ വെറുതെ കുറ്റപ്പെടുത്തുകയല്ല, ഗാന്ധി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗാന്ധി വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നൊരു കാര്യമാണ്, വർണ്ണ സംഭവം വളരെ സുന്ദരമായി. അപ്പോൾ ഇങ്ങനെ മഹാന്മാർ റെക്ടിഫൈ ചെയ്തെടുക്കുക, അനേകായിരം പുസ്തകങ്ങളിലൂടെ, വ്യാഖ്യാനങ്ങളിലൂടെ ഇത് ദൈവ കൽപ്പിതമായ ഒരു സാമൂഹിക വ്യവസ്ഥയാണ് എന്ന് നമ്മളും വിശ്വസിക്കുക. ഈ ഹിന്ദു എന്ന് പറയുന്നൊരു സംഗതിക്കകത്താണ് ഇത് രൂപപ്പെട്ടത്. രാം മനോഹർ ലോഹിയ ഹിന്ദുക്കളെ കുറിച്ച് പറയുന്നൊരു പകുതി തമാശൻ്റെ രൂപത്തിലും പകുതി ഗൗരവമായും പറയുന്നത്, എല്ലാ മതക്കാരും നുണ പറയും, അത് മറ്റുള്ള മതക്കാരോട് അവർ നുണ പറയുക. ക്രിസ്ത്യാനി നുണ പറയാന്ന് പറഞ്ഞാൽ ഹിന്ദുവിനോട് പറയും, നിൻ്റെ ദൈവം കൊള്ളത്തില്ല, ഞങ്ങളുടെ ദൈവം ഉയർത്തെഴുന്നേറ്റാണ്, കാരണം മുകളിൽ കൂടി നടന്നതാണ്, താഴ്ന്നതാണെന്നൊക്കെ പറയും. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരാൾ അയാളുടെ മതത്തിൻ്റെ ഗുണങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇച്ചിരി നുണയൊക്കെ അങ്ങ് പറയും. ഹിന്ദു അങ്ങനല്ല, അവനോട് തന്നെ നുണ പറയും, എന്നിട്ട് അവനത് ശരിയാണെന്ന് വിശ്വസിക്കും, എന്നിട്ട് അവൻ ചിരിക്കും എന്ന് ലോഹി പറയുന്നുണ്ട്. നമ്മളുടെ ഒരു രീതിയാണ്, നമ്മൾ ശീലിക്കുന്നൊരു സംഭവമാണത്. ഈ ചാതുർവർണ്ണ്യത്തിൽ മനുഷ്യരെ സബ്ജുഗേറ്റ് ചെയ്യുന്നു എന്നത് നമുക്കറിയാമായിരിക്കെ നമ്മളത് ആദർശമാണെന്ന് പറയുന്നുള്ളതാണ്. നമ്മളോട് തന്നെ നുണ പറയാൻ പരിശീലിക്കുകയും ചെയ്യുന്നു. അവിടെ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇത് ഗ്രേഡഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. 2, അത് ദൈവകൽപ്പിതമാണെന്ന് നമ്മൾ കരുതുന്നു. ദൈവകൽപ്പിതമായതുകൊണ്ട് തന്നെ അത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. 3, ഈ പറഞ്ഞതിനെ ന്യായീകരിക്കുന്ന വലിയൊരു വ്യവഹാരമണ്ഡലം ഉണ്ട്. അത് ഇതിഹാസങ്ങളുടെ രൂപത്തിൽ, വേദത്തിൻ്റെ രൂപത്തിൽ, ഉപനിഷത്തിൻ്റെ രൂപത്തിൽ, ഇന്ത്യൻ തത്വചിന്തയുടെ രൂപത്തിൽ ഒക്കെ നിലനിൽക്കുന്നു. ഈ ഒരു ഘടനയ്ക്കകത്ത് വളരെ വലിയ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സമൂഹമായിട്ടാണ് ഇന്ത്യ ജീവിക്കുന്നത് വർഷങ്ങളായി. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് നമ്മളുടെ ഒരു സങ്കല്പം, പക്ഷേ മഹാത്മാഗാന്ധി ഹിന്ദു സ്വരാജിൽ പറയുന്നൊരു കാര്യം, ആയിരക്കണക്കിന് വർഷങ്ങളായി ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ച ഇന്ത്യക്കാരെ വിഭജിച്ചത് ബ്രിട്ടീഷുകാരാണെന്ന്. ശരിയാണോ അത്? ഗാന്ധി പറഞ്ഞത് നമ്മൾ സമ്മതിക്കണമല്ലോ, നമുക്കൊന്ന് ആലോചിക്കാമല്ലോ. വെറുതെ നുണയാ പറയണം. അങ്ങനെ ഏകോദര സഹോദരങ്ങളായി ജീവിച്ച ഒരു പാരമ്പര്യവും ഇന്ത്യക്ക് അവകാശപ്പെടാനില്ല. ഗാന്ധി അങ്ങനെ പറഞ്ഞു. ഗാന്ധിയോട് ആരും ചോദിച്ചില്ല ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് തെളിവ് കിട്ടിയെന്ന്. ഗാന്ധിയോട്ട് പറഞ്ഞില്ല. നമ്മളതങ്ങ് വിശ്വസിക്കുക. അതൊരു സയൻറ്റിഫിക് ആയിട്ടൊരു സംഭവമല്ല. അപ്പോൾ ഗാന്ധി അങ്ങനെ 10,000-കണക്കിന് വർഷങ്ങളായി നമ്മൾ ഏകോദര സഹോദരങ്ങളാണെന്ന് പറഞ്ഞതിലൊരു മിസ്റ്റേക്കുണ്ട്. ഗാന്ധി അങ്ങനെ പറയാനൊരു കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇന്ത്യ എന്നത് 2 ഇന്ത്യയാണ് ഒരേ സമയം. ഒന്ന് നമ്മളൊക്കെ ജീവിക്കുന്ന ഇന്ത്യ,
നമ്മൾ പണിയെടുത്തും ഭക്ഷണം പാചകം ചെയ്തും എഴുതിയും വായിച്ചും പിള്ളേരെ പഠിപ്പിച്ചും ഓഫീസിൽ ജോലി ചെയ്തും കൂലിപ്പണിക്ക് പോയും ഈ സൈഡിലെ ഓടകൾ വൃത്തിയാക്കിയൊക്കെ ജീവിക്കുന്ന ഒരു ഇന്ത്യയുണ്ട്. എക്സ്പീരിയൻസ്ഡ് ലൈവ് ഇന്ത്യ എന്ന് പറയുന്നൊരു ഇന്ത്യ. മറ്റൊന്നുള്ളതൊരു മെറ്റാഫിസിക്കൽ ഇന്ത്യ. അത് അതീന്ദ്രിയമായ ഇന്ത്യ. അതീന്ദ്രിയ ഇന്ത്യയിൽ ഇരുന്ന് നോക്കിയാൽ നമ്മൾ ഏകോദര സഹോദരങ്ങളാണെന്ന് നമുക്ക് തോന്നും. കാരണം വി ആർ ബ്രഹ്മൻ, വി ആർ എ പാർട്ട് ഓഫ് ദ ബ്രഹ്മൻ, വി ആർ ആത്മൻ. ഇതാണ് മെറ്റാഫിസിക്സ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വലിയ സംഗതിയുടെ ഒരു പാർട്ടാണെന്ന് നമുക്ക് സ്വയം തോന്നുന്നത് കൊണ്ട് മെറ്റാഫിസിക്കൽ ഇന്ത്യക്കകത്ത് നമുക്കിടയിൽ ഭേദങ്ങളില്ല, ഒരു ഭേദവുമില്ല. പക്ഷെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ നമുക്ക് ഭേദങ്ങളുണ്ട്. അതുകൊണ്ട് പ്രാക്ടിക്കൽ ലൈഫ് പെർഫോം ചെയ്യുന്ന പ്രാതിഭാസിക ലോകം ഒരു അയഥാർത്ഥമായൊരു കാര്യമാണ്. ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്. അത് നമ്മുടെ ഒരു തോന്നലാണ്. അത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ്. സത്യം യഥാർത്ഥത്തിൽ ഉന്നതമായ മെറ്റാഫിസിക്കലായ വേൾഡാണ്. അപ്പം അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു പ്രത്യേകത, മൗലികമായൊരു പ്രത്യേകത, എല്ലാത്തിനെയും ഗ്രേഡഡ് ആയിട്ട് തിരിച്ച് ഈ മെറ്റാഫിസിക്സുമായി ബന്ധിപ്പിക്കുക എന്നതാണ്. ഈ മെറ്റാഫിസിക്സുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഗുണമുള്ള, ഏറ്റവും ഉയർന്ന ഒരു കാര്യമായി നമ്മൾ ഗണിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ തത്വചിന്ത, നമ്മളുടെ സൗന്ദര്യശാസ്ത്രം, നമ്മളുടെ സമൂഹത്തിൻ്റെ ധാർമ്മിക ഘടന ഒക്കെ ഈ ഗ്രേഡഡ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നമ്മളെ കൂടുതൽ മനുഷ്യരായി തീരാനുള്ള നമ്മുടെ അഭിവാഞ്ചയെ തടഞ്ഞു നിർത്തുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത് ഒരു ദളിത് ക്വസ്റ്റ്യനാണ്. ദളിതരനുഭവിക്കുന്ന എന്തോ പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കരുതെന്ന് പറയുന്നത്. നമുക്ക് നല്ല മനുഷ്യരായി തീരാനുള്ളതാണ് നമ്മുടെ ഒരു അഭിവാഞ്ചയാണ് അത് ഇല്ലാതാക്കി തടഞ്ഞു നിർത്തുന്നത്. അതായത് തത്വചിന്തയിൽ, ഇന്ത്യൻ ആസ്തിക തത്വചിന്തയിൽ ജ്ഞാനമെന്നത് വേദങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും മാത്രം സ്വരൂപിക്കാവുന്നൊരു കാര്യമാണ്. ദ സോൾ സോഴ്സ് ഓഫ് നോളജ് ഈസ് വേദ ഓർ ഇതിഹാസ. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം. അപ്പോൾ വേദങ്ങളും ഇതിഹാസങ്ങളും അറിയാവുന്നവരാണ് പണ്ഡിതർ. വേദങ്ങളും ഇതിഹാസങ്ങളും എഴുതപ്പെട്ടിട്ടുള്ളത് ദേവനാഗരി ലിപിയിൽ, സംസ്കൃതത്തിൽ. സംസ്കൃതം എന്നത് ദേവഭാഷയായിട്ടാണ്. ഓർക്കണം, സംസ്കൃതത്തെ മലയാളം ദേവഭാഷയല്ല. മലയാളം ചുമ്മാ അലമ്പന്മാരൊക്കെ സംസാരിക്കുന്നൊരു ഭാഷ. ദേവഭാഷ സംസ്കൃതമാണ്. അതുകൊണ്ട് പ്രഭാഷണത്തിൽ ഇടയ്ക്കിടയ്ക്ക് സംസ്കൃതം പറഞ്ഞാൽ അയാൾ വലിയൊരു ആധികാരികനാണെന്നാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആരും പറഞ്ഞുതരാതെ നമ്മൾ മനസ്സിലാക്കുക. അയാൾക്ക് ഭയങ്കര അറിവാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരറിവും കാണത്തില്ല, പക്ഷെ നമ്മളങ്ങനെ മനസ്സിലാക്കും. അപ്പം അങ്ങനെ ഈ മെറ്റാഫിസിക്സുമായി ബന്ധപ്പെടുത്തി നമ്മളുടെ ഈ ഗ്രേഡിനെ മെറ്റാഫിസിക്സുമായി ആനന്ദം, ഉദാഹരണത്തിന് ആനന്ദം, നമ്മൾ അനുഭവിക്കുന്ന ആനന്ദമേ അല്ലെന്നാണ് ഇന്ത്യ നമ്മളെ പഠിപ്പിക്കുന്നത്. പണിയെടുക്കുന്നവൻ, കലാകാരൻ, കൊട്ട നെയ്യുന്നവൻ, വട്ടി നെയ്യുന്നവൻ, അങ്ങനെയുള്ളവരൊന്നും ഒരു കാര്യം നിർമ്മിക്കുന്നതിലൂടെ അവൻ അനുഭവിക്കുന്ന സർഗാത്മകമായൊരു പ്ലഷറുണ്ട്. അത് ആനന്ദമല്ല. കാരണം അത് അനാദിയല്ല. അനാദിയായത് മാത്രമേ ആനന്ദമായി കാണാൻ പറ്റത്തുള്ളൂ. അത് ആനന്ദമാവണമെങ്കിൽ അത് ബ്രഹ്മാനന്ദമായിരിക്കണം. ബ്രഹ്മാനന്ദം അനാദിയാണ്, ആദവും അന്തവും ഇല്ലാത്തതാണ്. മറ്റേത് കുറഞ്ഞ ആനന്ദമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ബഹുജനങ്ങൾ അനുഭവിക്കുന്ന ആനന്ദ അനുഭൂതി വില കുറഞ്ഞതും മിച്ചം നിന്ന് ഉള്ള സമയം കൊണ്ട് സാഹിത്യവും സിദ്ധാന്തവുമൊക്കെ പറഞ്ഞവർ, അവർ പറഞ്ഞ സിദ്ധാന്തം എന്തുമാവട്ടെ, അതിലൂടെ കിട്ടുന്ന ആനന്ദം അത് ബ്രഹ്മാനന്ദമാണെന്നും ആ ബ്രഹ്മാനന്ദമാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമെന്നും
അതുകൊണ്ട് ഈ രസത്തിലും ഈ ഗ്രേഡാണ്. രസം പല രസങ്ങളുണ്ട്. അതിനകത്ത് ശൃംഗാരമാണ് ഏറ്റവും വലിയ രസം. ഇതാര് തീരുമാനിക്കണം ശൃംഗാരമാണെന്ന്? ഒന്നിനെയും നമ്മൾ ഗ്രേഡഡ് അല്ലാതെ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ധാർമ്മികത. കേരളത്തിലെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ടാൽ നമ്മളാരും ദുഃഖിക്കാറില്ല. നമുക്ക് തോന്നാറില്ല ദുഃഖം. അട്ടപ്പാടിയിൽ ഒരു ആദിവാസി കൊല്ലപ്പെട്ടാലും നമുക്കങ്ങനെ വലിയ ദുഃഖമൊന്നും തോന്നാറില്ല. പക്ഷെ മെയിൻ സ്ട്രീമിൽ ജീവിക്കുന്ന ഒരാൾക്ക് അവിചാരിതമായി കൊല്ലപ്പെടാൻ നമ്മൾ വളരെ അസ്വസ്ഥരാവുകയും നമ്മൾ മെഴുകുതിരിയൊക്കെ മേടിച്ച് വലിയ പ്രകടനമൊക്കെ നടത്തുകയും വലിയ മനുഷ്യരായി നമ്മൾ സ്വയം പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ആദിവാസിയാകുമ്പോൾ മനുഷ്യരായി പ്രത്യക്ഷപ്പെടാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് എന്താ? ആദിവാസി കുറഞ്ഞ മനുഷ്യനാണെന്ന് നമുക്കറിയാമെന്നുള്ളതാണ്. ഈ ഗ്രേഡിൽ ഏറ്റവും താഴെ അവൻ്റെ സ്ഥാനം. അവൻ ഫുൾ വളർച്ചയെത്താത്ത മനുഷ്യനാണ്. അവന് നമ്മുടെ ആത്മാവിൽ ഒരിടം നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നില്ല. അത് നമ്മുടെ വ്യക്തിപരമായ ദോഷമല്ല. ഈ കൺസീവിംഗ് ഉള്ള എല്ലാവർക്കും ഇങ്ങനെ ഈ കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഇന്ത്യ എന്നത് ഒരു ഗ്രേഡഡ് ഇൻഇക്വാളിറ്റിയിൽ ഉള്ളൊരു സമൂഹമാണ്. ഈ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് കേവലമായൊരു അസമത്വത്തിൻ്റെ പ്രശ്നമായി നമ്മൾ എടുക്കരുത്. നമ്മുടെ ജ്ഞാനവ്യവസ്ഥ, നമ്മുടെ ധാർമ്മികത, നമ്മുടെ സൗന്ദര്യബോധം, മനുഷ്യസങ്കല്പം, സമൂഹ സങ്കല്പം, ഇവയെല്ലാം തന്നെ ഈ ഗ്രേഡഡായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന വലിയൊരു വ്യവഹാര മണ്ഡലവും ഇവിടെയുണ്ട്. ഇത്തരമൊരു സമൂഹത്തിനകത്തേക്കാണ്, ആ സമൂഹമാണ് പുതിയൊരു രാഷ്ട്രമായി പരിവർത്തനപ്പെടുന്നത്. ആ സമൂഹത്തിൽ നിരവധി ഡൈവേഴ്സിറ്റീസാണ്, നിരവധി ഭാഷ, 700-ലധികം ഭാഷയുണ്ടെന്നാണ് ഇന്ത്യക്കകത്ത് സംസാരിക്കുന്ന 700-ലധികം ഭാഷയുണ്ടെന്ന്. നിരവധി വസ്ത്രധാരണ രീതികൾ, ഭക്ഷണക്രമങ്ങൾ, ഭാഷ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, സമുദായങ്ങൾ, ഗോത്രങ്ങൾ, ഇങ്ങനെ തുടങ്ങി വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു സമൂഹമാണ് നമ്മുടേത്. അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ ഡൈവേഴ്സിറ്റി എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന ചോദ്യം നമ്മൾ മാറ്റിവെക്കരുത്. ഇപ്പം തന്നെ പരിശോധിക്കണം. നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരിക്കലും നേർരേഖയിലുള്ളൊരു ബന്ധമല്ല. അത് നേരിട്ടുള്ള ഈക്വൽ സ്റ്റാറ്റസിലുള്ള ബന്ധമല്ല ഡൈവേഴ്സിറ്റികൾ തമ്മിലുള്ളത്. ചില ഡൈവേഴ്സിറ്റികൾ സെൻട്രൽ സ്റ്റേജിലും മറ്റു ചില ഡൈവേഴ്സിറ്റികൾ ഇതിന് പുറത്തുമാണ്. എന്ന് പറഞ്ഞാൽ അത് ഗ്രേഡഡായിട്ടാണ് നിൽക്കുന്നത്. ഈ ഡൈവേഴ്സിറ്റിയെ കൂടി അഡ്രസ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മളുടെ പുതിയതായി രൂപം കൊള്ളുന്ന സ്റ്റേറ്റിനുണ്ടായി. അപ്പോൾ അത് വെറുതെ ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് പറയില്ല, മറിച്ച് ഡൈവേഴ്സിറ്റിയിലെ വ്യത്യസ്തതകളെ, അതിൻ്റെ ശ്രേണീകൃത ബന്ധങ്ങളെ കൂടി അഭിസംബോധന ചെയ്യേണ്ട കാര്യം കോൺസ്റ്റിറ്റ്യൂഷനുണ്ടായി. അപ്പം നമ്മളൊരു പുതിയൊരു സമൂഹമായി പരിവർത്തനപ്പെടുമ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സംഗതിയായിട്ട് ഈ സമൂഹത്തിൻ്റെ പ്രകൃതമാണ് മനസ്സിലാക്കേണ്ടത്. ബ്രിട്ടീഷുകാർ പറയുന്നൊരു അഭിപ്രായം 1919 പറയുന്നൊരു അഭിപ്രായമുണ്ട്. ഇന്ത്യയിൽ ഇത്രയും വ്യത്യസ്ത ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമെന്ന നിലക്ക് അവർക്ക് രാഷ്ട്രീയ അധികാരം കൈയാളാൻ കഴിയില്ല. അത്രമേൽ ഡൈവേഴ്സിഫൈഡാണ് ഇന്ത്യ. അതുകൊണ്ട് അവർക്കെല്ലാവർക്കും കൂടി അവർ തമ്മിൽ ഭയങ്കര വൈരുദ്ധ്യമാണ്. അവർക്കെല്ലാവർക്കും ഒരു രാഷ്ട്രമുണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം അധികാരം കൈമാറാൻ പറ്റില്ല എന്ന് ബ്രിട്ടീഷുകാർ പ്രഖ്യാപിക്കുമ്പോൾ അതിന് അന്നത്തെ കാലത്ത് ഏറ്റവും റീസണബിളായൊരു മറുപടി, ഒരു പൊളിറ്റിക്കലായ മറുപടി പറയുന്നത് അംബേദ്കറാണ്. അംബേദ്കർ പറയുന്നൊരു കാര്യം ഇതാണ്: ഞങ്ങളുടെ ഡൈവേഴ്സിറ്റി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദൗർബല്യമല്ല, അത് ഞങ്ങളുടെ കരുത്താണ്. ഈ ഡൈവേഴ്സിറ്റിയെ പൊളിറ്റിക്കലി ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമായിരിക്കും ഞങ്ങൾ നിർമ്മിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഈ വ്യത്യസ്തതകളെ രാഷ്ട്രീയമായി ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമായിരിക്കും ഞങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത്. ഇതാ പറയുന്ന കാര്യം.
ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാഴ്ചപ്പാട് അന്ന് പ്രാഗ് രൂപത്തിൽ അംബേദ്കർ മുന്നോട്ട് വെക്കും. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അഭിപ്രായത്തിൽ അങ്ങനെ ഒരു പ്രാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡൈവേഴ്സിറ്റിയെ ഇല്ലാതാക്കുകയല്ല. ഡൈവേഴ്സിറ്റി എന്തോ വലിയ കുഴപ്പം പിടിച്ചൊരു കാര്യമാണെന്നാണ്. കാരണം നമുക്ക് ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിലും ഇന്ത്യ കണ്ടുപിടിച്ച ഭയങ്കരമായൊരു ബുദ്ധി എന്നാന്ന് ചോദിച്ചാൽ നാനാത്വത്തിൽ ഒരു ഏകത്വം പ്രവർത്തിക്കുന്നുള്ളതാണ്. അതാണ് കണ്ടുപിടിച്ചു. വലിയ അത് നമ്മൾ ശരിയായ രീതിയിലൊന്ന് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ എന്തായി ഇതിൻ്റെ അടിയിലുള്ള നമ്മുടെ ഈ വ്യത്യസ്തതകൾക്ക് അടിയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റി എന്താണത്? ഇല്ലാത്ത കാര്യമാണ്, വെറുതെ പറയുന്ന. കാശ്മീരിലെ ജനങ്ങളും നമ്മൾ കേരളത്തിലെ ജനങ്ങളെയും തമ്മിൽ അടിസ്ഥാനപരമായി അടിത്തട്ടിൽ യോജിപ്പിച്ച് നിർത്തുന്നത് എന്താണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? ഹിന്ദു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഈ ഒരു 1.5 നൂറ്റാണ്ടിന് മേൽ പഴക്കമില്ല അതിന്, നമ്മളീ പറയുന്ന ഹിന്ദുവിന്. പക്ഷേ നമ്മുടെ ഈ ഡൈവേഴ്സിറ്റിക്കടിയിൽ ഒരു യൂണിറ്റി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം, അത്തരമൊരു പ്രൊപ്പഗണ്ട ദേശീയ പ്രസ്ഥാന കാലഘട്ടത്തിൽ തന്നെ നടക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കൾച്ചറൽ സ്ട്രിങ് നമുക്കിടയിലില്ല. അതിൻ്റെ ഒരു സംഗതി, ഇന്ത്യ എന്നത് ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ടുള്ളൊരു രാജ്യം. നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശം സാംസ്കാരികമായി ചരിത്രപരമായി നിർമ്മിക്കപ്പെട്ട് നമുക്ക് കിട്ടിയതല്ല, ദാനം കിട്ടിയതല്ല. കൊളോണിയൽ ഭരണത്തിലൂടെ നിർമ്മിക്കപ്പെട്ട ഒരു അതിർത്തി പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളാരും ഇത് മറന്നു പോകരുത്. കൊളോണിയൽ ഇടപാടിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെട്ട അതിർത്തിക്കകത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിൽ ഇന്നിപ്പോൾ പലപ്പോഴും പറയുന്ന ആർഷ ഭാരത സംസ്കൃതിയുടെയും സൈന്ധവ സംസ്കൃതിയുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് ഇന്ത്യക്കകത്തല്ല, അത് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ ആയിട്ടാണുള്ളത്. അപ്പം നമ്മൾ ഏത് ഇന്ത്യയെക്കുറിച്ച് ഈ പറയുന്നത്? അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ 10,000-കണക്കിന് വർഷങ്ങളായിട്ടുള്ള ഒരു ഇന്ത്യ ഇവിടെ ഉണ്ടെന്നും അത് നിർമ്മിച്ച് നമുക്ക് തന്നിരിക്കുകയാണെന്ന് ഇന്ത്യക്കാരെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന ഒരു യൂണിറ്റി അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഹിസ്റ്റോറിക്കലായി നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത കാര്യമാണ്. രണ്ടാമതൊരു സംഗതി, ഇപ്പോൾ വീര സവർക്കറുടെ ആദ്യത്തെ 1923 എഴുതുന്ന ഹിന്ദുത്വ എന്ന് പറഞ്ഞ ലഘുലേഖയുണ്ട്. ആ ലഘുലേഖയിൽ അദ്ദേഹം പറയുന്നത് കാശ്മീരിൽ ഇവിടെ നിന്നും മദ്രാസിൽ നിന്നൊരാൾക്ക് വടക്കേ ഇന്ത്യയിൽ വാരണാസി വരെ ഫ്രീ ആയിട്ട് സംസാരിച്ച് പോകാൻ പറ്റുന്ന വിധം വലിയ ഐക്യം നമുക്കിടയിലുണ്ടെന്നാണ്. ഇപ്പോൾ പോലും പോകാൻ പറ്റില്ലെന്ന് ഓർക്കണം. ഒരു മലയാളം അറിയാവുന്ന ഒരാൾക്ക് കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല, വർത്തമാനം പറയാൻ പറ്റില്ല. പക്ഷെ പുള്ളി പറയുന്നത് മദ്രാസിലുള്ള ഒരു ഭക്തന് വാരണാസി പോകാൻ ആരുടെയും സഹായം ഇല്ലാതെ ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് പുള്ളി പറയുന്നത്. ഇത് പറ്റും എന്ന് പുള്ളി അങ്ങ് പറയുക, നമ്മളതങ്ങ് വിശ്വസിക്കുക. അല്ലാതെ ഇത് അനലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, യഥാർത്ഥത്തിൽ ഇന്ത്യക്കകത്ത് ഡൈവേഴ്സിറ്റിയാണുള്ളത്. ആ ഡൈവേഴ്സിറ്റിയുടെ ഒരു കോ എക്സിസ്റ്റൻസാണ് ഇന്ത്യക്കകത്തുള്ളത്. അല്ലാണ്ട് ഡൈവേഴ്സിറ്റിക്കകത്തൊരു ഡൈവേഴ്സിറ്റി യൂണിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് സംഗതികളാണ്. ഡൈവേഴ്സിറ്റിക്കകത്തൊരു യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ഡൈവേഴ്സിറ്റി? ദ കോ എക്സിസ്റ്റൻസ് ഓഫ് ഡൈവേഴ്സിറ്റി എന്നാണ് നമ്മളത് യഥാർത്ഥത്തിൽ പറയേണ്ടത്. വ്യത്യസ്തതകളുടെ സഹവർത്തിത്വം എന്നാണ് പറയേണ്ടത്. അതായത് വ്യത്യസ്തതകളെ ഒരു മാലയിലെ മുത്തുമണികൾ പോലെ കോർത്തെടുക്കുന്ന എന്തോ ഒരു വള്ളി അദ്വൈതത്തിൻ്റെ രൂപത്തിൽ ഇവിടെ ഉണ്ടെന്ന് അവന്മാർ ഈ പറഞ്ഞു വരുന്നത്.
അതാണ് ഈ പറയുന്നത്. അദ്വൈതത്തിൻ്റെ രൂപത്തിൽ ഈ സംഭവം ഉണ്ടെന്നാണ് ഈ പറയുന്നത്. യഥാർത്ഥത്തിൽ കോ എക്സിസ്റ്റൻസ് ഓഫ് ഡൈവേഴ്സിറ്റി എന്നുള്ള വാക്കാണ് ഇന്ത്യയെ ഡിഫൈൻ ചെയ്യാൻ ഏറ്റവും നല്ലൊരു വാക്ക്. വ്യത്യസ്തതകളുടെ സഹവർത്തിത്വമാണ് ഇന്ത്യക്കകത്തുള്ളത്. അത് പല രൂപത്തിൽ സംഘർഷപ്പെടുന്നുണ്ടാവാം, പരസ്പരം ബഹിഷ്കരിക്കുന്നുണ്ടാവാം. ഇതൊക്കെ ശരിയായിരിക്കെ തന്നെ കോ എക്സിസ്റ്റൻസ് ഓഫ് ഡൈവേഴ്സിറ്റി ആണ്. അല്ലാതെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളത് ശുദ്ധ തട്ടിപ്പായിട്ടുള്ള ഒരു ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയാണ്. ഈ ബ്രാഹ്മണിക്കൽ ഐഡിയോളജി എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രാഹ്മണർ അസ്വസ്ഥരാകേണ്ട ഒരു കാര്യമില്ല. ബ്രാഹ്മണിക്കൽ ഐഡിയോളജി എന്ന് പറഞ്ഞതിൽ അസമത്വത്തിൻ്റെ തത്വശാസ്ത്രം ഇന്ത്യക്കകത്ത് അർത്ഥമുള്ളൂ. നമ്മൾ രണ്ടുപേരും സമന്മാരല്ലെന്ന് പറയുന്നൊരു ഇടപാടാണ്. നമുക്ക് ഒരു കാരണമില്ലാതെ മനുഷ്യരെ വെറുക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന സംഭവമാണ്. ആദിവാസി എന്നേക്കാൾ കുറഞ്ഞവനാണെന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ടല്ല പഠിക്കുന്നത്, ഞാനങ്ങ് വിശ്വസിക്കുക സംഭവം. ഞാൻ ഒരിക്കൽ പോലും ഒരു ആദിവാസിയുടെ വർത്തമാനം പോലും പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൻ എന്നേക്കാൾ കുറഞ്ഞ ആളാണെന്നുള്ളത്. ഇതിങ്ങനെ പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു തത്വശാസ്ത്രവും അതിൻ്റെ ഒരു എത്തിക്സുമാണ്. നമുക്കതിൻ്റെ പ്രിക്ക് ഓഫ് കോൺഷ്യൻസ് ഇല്ലാത്ത മനുഷ്യരാണ് ഇന്ത്യക്കാർ. പ്രിക്ക് ഓഫ് കോൺഷ്യൻസ് ഇല്ല. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയാൽ ഒരു പ്രിക്ക് ഓഫ് കോൺഷ്യൻസും ഇന്ത്യൻ പുരുഷന്മാരെ നേരിടത്തില്ല. കാരണം അത് അവൻ്റെ അവകാശമായിട്ടാണ് കാണുന്നത്. എൻ്റെ ഭാര്യയെ ഞാൻ പറയുന്ന കേട്ട് ജീവിക്കണം എന്ന് പറയുന്ന പോലെ അതവൻ്റെ അവകാശമാണ് സ്ത്രീകളെ ആക്രമിക്കാനും പരിഹസിക്കാനും. ഇപ്പോഴും നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പം ജനറൽ സീറ്റിൽ പൊതു സീറ്റിൽ വന്നിരിക്കുന്ന സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്ന, മാന്യമായി ഡ്രസ്സ് ധരിച്ച വികൃത ജീവികളെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഫ്രണ്ട് റിസർവേഷൻ, നിങ്ങൾ അവിടെ ഇരുന്നാൽ പോയി, നിങ്ങളെന്തിനാ ഇവിടെ ഇരിക്കുന്നതൊക്കെ ചോദിക്കുക. മാന്യന്മാരാ, ഒന്നോർക്കണം. അതുപോലെ പ്രൈമറി ലെവലിൽ പോലും നമുക്ക് പുറത്തുള്ളൊരു മനുഷ്യനെ ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്കറിയില്ല. നമ്മുടെ സിസ്റ്റം അത് സമ്മതിക്കില്ല. എൻ്റെ ഈ നെഗേഷൻ, അപരത്വത്തെ ഈ നെഗേഷൻ ഒരു തത്വശാസ്ത്ര ബോധ്യമുണ്ടെന്നേ. ഇന്ത്യ പഠിക്കുന്നത് അഹം ബ്രഹ്മാസ്മി എന്നാണ് പഠിക്കുന്നത്. ഞാൻ ബ്രഹ്മമാണെന്നാണ് പഠിക്കണത്. ഞാൻ ബ്രഹ്മമായാൽ, മൈക്രോസ്കോപ്പിക് ലെവലിൽ ഞാൻ ബ്രഹ്മമായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് പുറത്ത് ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നില്ലെന്നാണ്. എനിക്ക് പുറത്തൊരു യാഥാർത്ഥ്യമില്ലെന്ന് പറഞ്ഞാൽ അപരത്വം എന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ അസമത്വത്തെ അഭിമുഖീകരിക്കാതിരിക്കാൻ ഇന്ത്യൻ മെറ്റാഫിസിക്സ് കണ്ടെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനമാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നൊരു കാര്യം. അല്ലാതെ അതിനകത്ത് ഈ പറഞ്ഞ വലിയ തത്വചിന്തയാണെന്ന് പറഞ്ഞത്. എന്ത് വലിയ തത്വചിന്ത? ഇതിനകത്ത് അപരത്വത്തെ പൂർണ്ണമായി നിഷേധിച്ച് കളയാൻ ഒരാളെ പ്രാപ്തമാക്കുന്ന ഒരു കാര്യമാണ് അറിവ്. നമ്മുടെ ഈ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റിക്കകത്ത് അറിവ് പങ്കുവെക്കാൻ പറ്റില്ല. പണ്ട് ഈജിപ്തിലൊക്കെ ഉണ്ടായിരുന്നു. ഈജിപ്തിലെ മനുഷ്യർ ഈ കൊല്ലന്മാരെ പോലെയുള്ള അത്തരം തൊഴിൽ എടുക്കുന്ന മനുഷ്യർക്ക് പുറത്താരോടെങ്കിലും പറഞ്ഞാൽ ആ അറിവ്, തൊഴിലിൻ്റെ അറിവ് പറഞ്ഞാൽ കൊന്നുകളയുമായിരുന്നു. കൊന്നുകളയും. ഇന്ത്യക്ക് അത് കൊല്ലേണ്ടി വന്നില്ല. ഇവന് മിണ്ടാൻ സമ്മതിക്കുമല്ലോ, പിന്നെ എങ്ങനെ അറിവ് പങ്കുവെക്കുന്നു. ഇപ്പോൾ പുലേന് അല്ലെ പറയന് കൃഷിപ്പണി അറിയാം. ഒരു 50 വർഷം മുമ്പ് ഒരു കൃഷി പാടത്ത് പണി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, അവർക്കറിയാം. ഇവനീ അറിവ് നായരോട് പറയാൻ പറ്റില്ലെന്ന്. കാരണം നായരോട് മിണ്ടാൻ സമ്മതിക്കില്ല, പിന്നെ ഇവനെങ്ങനെ പറയും? അതുകൊണ്ട് അവനെ കൊല്ലേണ്ടി വന്നിട്ടില്ല ഇന്ത്യക്കകത്ത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷെയറിങ്ങിനെ, മനുഷ്യൻ്റെ സഹജവാസനകളൊന്നാണ് ഷെയറിങ്. ആ ഷെയറിങ്ങിനെ കാസ്റ്റ് അല്ലെങ്കിൽ ഈ ഹൈറാർക്കി തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ അറിവ് തന്നെ മറ്റൊരു കാര്യമായി മാറുമോ? നമുക്ക് ബഹുജനങ്ങളുടെ അറിവല്ലെന്ന് നമ്മൾ പറയണം. അതിനെ കൈത്തൊഴിൽ എന്ന് നമ്മൾ പറയും. കൈത്തൊഴിൽ എന്ന് പറഞ്ഞാൽ കൈ മാത്രം ഇങ്ങനെ ചലിച്ചാൽ മതി, ബുദ്ധി ഉപയോഗിക്കേണ്ടതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ബുദ്ധി എന്നതിനാ ബ്രഹ്മത്തെ അറിയാൻ മാത്രമേ ബുദ്ധി ആവശ്യമുള്ളൂ. അപ്പോൾ അവരെല്ലാം ഭയങ്കര ബുദ്ധിമാന്മാരും നമ്മൾ വെറുതെ ശരീരം കൊണ്ട് മാത്രം, നമുക്ക് ബുദ്ധിയില്ല, ശരീരം കൊണ്ട് മാത്രം പണിയെടുക്കുന്നവരുമാണെന്നുള്ള വിചിത്രമായ വാദമുണ്ടാവുകയും മണ്ണിൽ കുനിഞ്ഞ് പണിയെടുക്കുന്നവർ മുഴുവൻ മ്ലേച്ഛന്മാരാണെന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് ഇന്ത്യ കടക്കുന്നതോടെ ഉൽപാദക സമൂഹങ്ങൾ ഒറ്റയടിക്ക് പുറത്തു പോവുക.
ഇതെങ്ങനെ ഒരു ദളിത് ക്വസ്റ്റ്യനാണ്? ഇത് കാസ്റ്റ് എന്നത് ദളിതരുടെ കാര്യമല്ല, അത് എല്ലാവരുടെയും കാര്യമാണ്. ഞാൻ വൈലോപ്പള്ളിയുടെ കഥ പറഞ്ഞില്ല, അയാൾക്ക് ഒരു ഈഴവനാകാനാ, ഒരു യോഗനാണ് പുള്ളിക്ക് താല്പര്യം ഉണ്ടാകുന്നത്, ജീവിച്ചു പോകാനായിട്ട്. പക്ഷെ ആ അനുഭവം നമ്മൾ എടുക്കുകയില്ല, അതൊക്കെ അവിടെ തന്നെ മറന്നു നമ്മൾ വേറെ ചില കാര്യങ്ങളാണ് എടുക്കുന്നത്. എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത്. എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാണ്, അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. ഈ തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഓർമ്മയിൽ നിൽക്കുകയല്ല. അപ്പോൾ ഓർമ്മക്കേട് പോലും തീരുമാനിക്കുന്നത് ഇവരാണ്, ഈ ഒരു ഗ്രേഡഡ് സംഭവമാണ്. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഇത്തരം മൗലികമായ പ്രത്യേകതകളെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് വെറുതെ വർത്തമാനം പറയാം. ഇവിടുത്തെ പ്രമുഖ യുക്തിവാദി പറയുന്ന പോലെ ഭരണഘടനയ്ക്ക് നമ്മളെല്ലാം തുല്യരാന്ന് പറഞ്ഞിട്ടുള്ളൂ, പിന്നെ എന്നാ പ്രശ്നമായി ഇവിടെ? അയാൾ എന്നെ പൊട്ടനാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഭരണഘടനയ്ക്ക് അത് അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മനുഷ്യർ തുല്യരാന്ന് അർത്ഥമൊന്നുമില്ലെന്നേ. ഭരണഘടന പറയുന്നത് വാട്ട് ഷുഡ് ബി എന്നാ, നമ്മൾ എന്തായിരിക്കണം, ഒരു സ്റ്റേറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നാ പറയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നല്ല പറയുന്നത്. സ്റ്റേറ്റ് വിവേചനം കാണിക്കാൻ പാടില്ല ഇൻ ഫ്യൂച്ചർ. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇവിടെ വിവേചനം ഉണ്ടെന്നാ, അത് സ്റ്റേറ്റ് ചെയ്യരുതെന്നാ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ല, അതുകൊണ്ടാണ് പറയണത് നമ്മൾ തുല്യരാണല്ലോ, പിന്നെ എന്നതിനാ ബാക്കിയുള്ളവർ കുറേ പേർക്കൊക്കെ നിങ്ങൾ സംവരണം കൊടുക്കുന്നു, കുറേ പേർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും, അതൊന്നും വേണ്ട, ഇത് ശരിയാവത്തില്ല, അത് വിവേചനമാണ്. ഇത് പുറമെ കൈയടിക്കാൻ കുറേ ആൾക്കാർ. ഞാൻ പറഞ്ഞു ഈ ആ ഒരു ബോധം വലിയൊരു പ്രശ്നമാണ്. ഇതിൻ്റെ റൂട്ട് കിടക്കുന്ന നമ്മുടെ തത്വചിന്തയിലും നമ്മുടെ എത്തിക്സിലും ഈ ഗ്രേഡഡ് ആയിട്ടുള്ള നമ്മുടെ സമൂഹ സങ്കല്പത്തിലുമാണെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ സംഗതിയിലേക്ക് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഈ ഡൈവേഴ്സിറ്റി, ഈ വ്യത്യസ്തതകളും ഈ പറയുന്ന ഡിസ്ക്രിമിനേഷൻസും എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് പ്രതിഫലിച്ചത് എന്ന കാര്യം നമ്മൾ പ്രത്യേകമായി പഠിക്കേണ്ടത്. ഇന്ത്യയിലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതിന് ദീർഘമായൊരു ചരിത്രമുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമനിർമ്മാണങ്ങൾ തുടങ്ങിയ കാലം മുതലേ ഒരു ഭരണഘടനയിലേക്ക് വരുന്നൊരു സംഭവമാണ്. ഈ നമ്മളുടെ ഭരണഘടന 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റായി തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. നമ്മൾ വെറുതെ ഇരുന്ന് എഴുതി ഉണ്ടാക്കിയൊരു കാര്യമല്ല, അത് ഹിസ്റ്റോറിക്കലി എമർജ് ചെയ്തു വന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്നൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന ഒരു സങ്കല്പത്തിലേക്കാണ് നമ്മൾ അടുത്തത്. ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്, ഒരു ജനാധിപത്യ ഗവൺമെൻറ്, ജനങ്ങളുടെ പ്രാതിനിധ്യത്തിൽ ഉറപ്പിക്കപ്പെട്ട ഒരു ജനാധിപത്യ ഗവൺമെൻറ്. ആ ജനാധിപത്യം എന്ന് പറയുന്നത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നതിൽ അധിഷ്ഠിതമായ ആ ആദർശത്തെ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്, മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെൻറ്, പൗരന്മാരെ തുല്യമായി പരിഗണിക്കുന്ന ഒരു ഗവൺമെൻറ്. ഇങ്ങനെ പലതരത്തിലുള്ള സങ്കല്പങ്ങളാണ്. ഇതിനകത്ത് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം ഒരു രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഇടപാടിൽ ഒരു തുല്യതാബോധം, ഒരു ഇഗാലിറ്റേറിയൻ സെൻസിബിലിറ്റി ആണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്നൊരു കാര്യം. ഒരു മനുഷ്യനും എന്തിൻ്റെയെങ്കിലും കാരണത്താൽ വിവേചിക്കാൻ പാടില്ല എന്ന് പറയുന്നതിലൂടെ വി ആർ ഈക്വൽ എന്നാണ് ഇന്ത്യൻ ഭരണഘടന അസന്നിഗ്ധമായി പറയുന്നൊരു കാര്യം. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇന്ത്യക്കകത്ത് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും തുല്യരാണ്, ഓണ്ടോളജിക്കലി തുല്യരാണ് എന്നാദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ആധികാരികമായ പുസ്തകം ഇന്ത്യൻ ഭരണഘടനയാണ്. ഇതിനു മുൻപുള്ള ഇസമറ്റിക് മതങ്ങളെ മാറ്റി നിർത്തിയാൽ, സെമറ്റിക് മതങ്ങളുടെ ലിഖിതങ്ങൾക്കകത്ത് ഈ തുല്യത പറയുന്നുണ്ട്, പ്രാക്ടീസിൽ അവരത് ചെയ്യുന്നില്ല, അത് അവരുടെ കാര്യം. പക്ഷെ ബൈബിളിൽ മനുഷ്യരെ തുല്യരായി പരിഗണിക്കണമെന്ന്, ഖുറാനിൽ മനുഷ്യരോട് കരുണയും സ്നേഹവും ഉള്ളവരായിരിക്കണമെന്നും ഒക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവരത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം പറയാൻ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടും.
അതുകൊണ്ട് അത് വിട്ടേക്കുക. പക്ഷേ അവരത് പറയും. പക്ഷേ ഇന്ത്യക്കകത്ത്, ഇന്ത്യൻ പാരമ്പര്യ ട്രഡീഷനകത്ത് ഒരു ഇഗാലിറ്റേറിയൻ ഹ്യൂമൻ കോൺസെപ്റ്റ്, ഒരു സമഭാവന മനുഷ്യ സങ്കല്പം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ തെളിവ് സഹിതം നമുക്ക് പറയാൻ പറ്റും. തിരിച്ചല്ലേ തെളിവ് ഒരു ഹാജരാക്കണം. നമ്മൾ തുല്യരല്ലെന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ജന്മം കൊണ്ട് തന്നെ തുല്യരല്ലെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആ തുല്യതാബോധമില്ലായ്മ ജനാധിപത്യത്തിന് വലിയൊരു തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ 14-ാം വകുപ്പ്, ഞാൻ കുറച്ച് വകുപ്പുകൾ നിങ്ങൾ അത് വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഇത് എങ്ങനെയാണ് ഇത് ചെയ്തത്? അപ്പോൾ ഈ ഇന്ത്യക്കകത്ത് പിന്നെ ഈ ഇഗാലിറ്റേറിയൻ സങ്കല്പം ആരാ കൊണ്ടുവന്നത്? മഹാത്മാഗാന്ധിയാണോ? മഹാത്മാഗാന്ധിക്ക് അങ്ങനെ ഒരു ഇഗാലിറ്റേറിയൻ സങ്കല്പം ഉണ്ടായിരുന്നോ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മഹാത്മാഗാന്ധി അങ്ങനെയല്ല. മഹാത്മാഗാന്ധി ഒരു പേട്രണായിരുന്നു, ഒരു രക്ഷകർത്താവായിരുന്നു. അത് സ്നേഹമുള്ള രക്ഷകർത്താവായിരുന്നു, കരുതലുള്ള രക്ഷകർത്താവായിരുന്നു. അതൊന്നും തർക്കമില്ല. പക്ഷെ മനുഷ്യരെല്ലാം തുല്യരാണെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല. അപ്പം അദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യം, എനിക്ക് ആരോടെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അതെൻ്റെ ആത്മാവിൻ്റെ വിളിയോട് മാത്രമേ ഉള്ളെന്ന് തുറന്നു പറയുന്നത്. ആത്മാവിൻ്റെ വിളി ഉണ്ടാവും. പിന്നെ ആ സമയത്ത് AICC ആയിട്ടൊന്നും ആലോചിക്കാൻ പറ്റില്ല. ഗാന്ധി പരിപാടിയൊക്കെ തുടങ്ങുക, നിരാഹാരം ആരംഭിക്കുക. പിന്നെ വേറെ ആരുടെയും കൺസെൻറ്റിന് നിൽക്കുകയല്ല. കാരണം ആത്മാവ് പറഞ്ഞല്ലോ തുടങ്ങിക്കോളാൻ, പിന്നെ അങ്ങ് തുടങ്ങുകയുള്ളൂ. അപ്പോൾ അതങ്ങനെ തുറന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. AICC ആയിട്ട് ആലോചിച്ചൊന്നുമല്ല ഗാന്ധി തീരുമാനമെടുത്തത്. ഗാന്ധിയുടെ മനസാക്ഷിയുടെ വിളികളിലാണ് ഗാന്ധി ജീവിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ധീരനായ ഒരു മനുഷ്യന് മാത്രമേ ഇത് പറ്റൂ. ഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയാണ് ഇപ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഓട്ടോഗ്രാഫികളിലൊന്നും. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിർഭയനായി കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളിവിടെ ഇറങ്ങുന്ന ആത്മകഥകളൊക്കെ എന്ന് പറഞ്ഞാൽ ശുദ്ധ 90% നുണയായിരിക്കും. അടുത്തറിയാവുന്നവരൊക്കെ ആത്മകഥകളെക്കുറിച്ച് ഒരു ആത്മകഥ ഇറക്കിയാൽ അയാളുടെ നാട്ടിൽ പോയി ഒന്ന് അന്വേഷിച്ചാൽ മതി. അയാൾ പറയുന്നില്ല നുണ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. നാട്ടുകാർ ഒന്നടക്കം, അവന് ഉമ്മ പറയണല്ലോ, അവൻ ഇതൊന്നും ചെയ്തിട്ടില്ല, വെറുതെ പറയുന്നത് നാട്ടുകാർ ഒന്നടക്കം പറയും. അത്രയും പൊലിപ്പിച്ചാൽ നമ്മളിവിടെ. അതുകൊണ്ട് ഇതൊന്നും ആരും വായിക്കാൻ പോകുന്നില്ല. പക്ഷെ ഗാന്ധിയുടെ ആത്മകഥ വർഷങ്ങൾക്ക് ശേഷവും വായിക്കും. കാരണം പുള്ളി ഒരു വേറൊരു നിലക്ക് പുള്ളി ഡയറക്റ്റായിട്ട് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം പിന്നെ ഈ സമഭാവനാ സങ്കല്പം എവിടെ നിന്നാണ് ഉണ്ടായത്? അത് ദേശീയ പ്രസ്ഥാനത്തിനകത്തു നിന്നല്ല ഉണ്ടായത്, പ്രബലമായ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും അല്ല ഉണ്ടായത്. ഒരുപക്ഷെ ഇന്ത്യയെ അവഗണിക്കാൻ ശ്രമിച്ച ഇന്ത്യയിലെ ആഭ്യന്തര നീതി പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് സമഭാവനാ ബോധമുണ്ടാകുന്നത്. പെരിയോർ ഉദാഹരണം. പെരിയോർ ഇവിടെ വൈക്കത്ത് വന്നിട്ട് എന്നാ പറഞ്ഞത്?